നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. മുൻകൂട്ടി അറിയിക്കാതെ വൈദ്യുതി മുടക്കുന്നതിനെതിരെ ചേലക്കര KSEB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും മെഴുകുതിരി വിതരണവും. നമ്മുടെ 10 വരും കേട്ടോ. പവർ കട്ടില്ലാന്ന് പറഞ്ഞിട്ട് നിലവില് അറിയാലോ, നമ്മുടെ ചേലക്കരയിലടക്കം കേരളത്തിലുടനീളം എല്ലായിടത്തും പവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് പോലും നൽകാതെ വൈദ്യുതി വിച്ഛേദിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന KSEB നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഉപഭോക്താക്കളെ നിരന്തരം ഇരുട്ടിലാക്കുന്ന അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് KSEB ജീവനക്കാർക്ക് മെഴുകുതിരി നൽകിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പ്രതിഷേധ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ നേതൃത്വം നൽകി. ജോലിക്കാരാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഇതേപോലെ പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളൊരു ലൈൻമാൻ വിചാരിച്ചുകൊണ്ടോ വിചാരിച്ചുകൊണ്ടൊന്നും അത് നിങ്ങൾക്കറിയാം. അറിയിക്കാൻ വേണ്ടി നിങ്ങൾ മുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? കൃത്യമായിട്ട് ഷെഡ്യൂൾ അല്ലാതെ പറ്റില്ല. മണ്ഡലം പ്രസിഡന്റുമാരായ സുരേഷ് കലാമണ്ഡലം, അബ്ദുറഹ്മാൻ AU, വിപിൻ NT എന്നിവരും സൂരജ്, വരുൺ, ഹുസൈൻ, നികേഷ്, അജിത് തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അശാസ്ത്രീയമായ ലോഡ് ഷെഡിങ്ങും അറ്റകുറ്റപ്പണികളുടെ പേരിൽ നീണ്ടുപോകുന്ന വൈദ്യുതി തടസ്സവും അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.